മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ കെ എം ഷാജി ഒരു ഘട്ടത്തിൽ റിപ്പോർട്ടർ ടിവിയോടൊപ്പം ചേരുന്നുണ്ട്. താനൂർ കസ്റ്റഡി കൊലപാതകവുമായി ബന്ധപ്പെട്ട വിഷയം കേരളം വലിയ രീതിയിൽ ചർച്ച ചെയ്താണ്. ആ ഒരു സംഭവത്തിൽ CBI അന്വേഷണം ഉണ്ടായിരുന്നു. ഈ അടുത്ത് കഴിഞ്ഞ ദിവസമാണ് CBI ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് 4 പോലീസ് ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് തുടക്കം മുതൽ വലിയ രീതിയിൽ പ്രക്ഷോഭ രംഗത്തുണ്ടായിരുന്നു. എങ്ങനെയാണ് ഈ ഒരു അറസ്റ്റിനെ നോക്കി കാണുന്നത്? അല്ല, ഈ അറസ്റ്റ് CBI ഏറ്റെടുക്കുന്നതോടുകൂടി ഞങ്ങളുടെ ഡിമാൻഡും അതായിരുന്നു. ഈ പ്രക്ഷോഭം നടത്തിയപ്പോൾ കേരളത്തിലെ പോലീസ് അല്ലത് അന്വേഷിക്കേണ്ടത്, വളരെ കൃത്യമായിട്ട് ഇയാളെ നിരപരാധിയാണോ അപരാധിയാണോ എന്നുള്ളതല്ല വിഷയം. ഇയാൾ പോലീസ് സ്റ്റേഷനിലെത്തിയിട്ട് പോലീസ് കൈകാര്യം ചെയ്യാൻ പാടില്ലാത്ത വിധത്തിൽ മാരകമായ അതിക്രമത്തിന് വിധേയമായിട്ടാണ് അദ്ദേഹം മരിക്കുന്നത്. മരിച്ചതിന് ശേഷം അവിടുത്തെ സ്ഥലം MLA അടക്കമുള്ള ആളുകൾ പോലീസിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടാണ് പോലീസ് യഥാർത്ഥത്തിൽ അതിൽ നിന്ന് മാറി രക്ഷപ്പെട്ടത്. ഇപ്പോൾ CBI വരുമ്പോൾ അത് യഥാർത്ഥ പ്രതികളെ ആര് എന്ന് മനസ്സിലാവുകയാണെന്നുള്ള എന്ന് വെച്ചാൽ ഞങ്ങൾ സമരം നടത്തിയിരുന്ന ആളുകൾ, ഞാൻ അടക്കം അവിടെ സമരത്തിൽ പോയി ചേർന്നതാണ് ഉള്ള ആളുകൾ എന്തിനായിരുന്നോ സമരം നടത്തിയത് അത് ശരിയാണെന്നുള്ളതാണ്. കേരളത്തിലെ ഇപ്പോൾ ആത്മഹത്യ ചെയ്ത പോലീസുകാരൻ, ഇതൊക്കെ ഇത്തരത്തിലുള്ള അന്വേഷണങ്ങൾ നടന്നാൽ കേരളത്തിലെ പോലീസ് നടത്തുമ്പോൾ ഇതിലൊരു എൻക്വയറിയിൽ ഒരു എന്തെങ്കിലും തെളിവ് കിട്ടും ഞങ്ങൾ വിചാരിക്കണില്ല. ഈ താഴെത്തട്ടിലുള്ള 4 പോലീസുകാരാണ് ഇപ്പോൾ CBI അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കൊലക്കുറ്റം ചുമത്തിയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇവർ പ്രവർത്തിച്ചിരുന്നത് മുൻ മലപ്പുറം SP ആയിരുന്ന വ്യക്തിയുടെ കീഴിലായിരുന്നു. ഡാൻസ് ഓഫ് എന്ന് പറയുന്ന ഒരു സംഘമായിട്ടാണ് പ്രവർത്തിച്ചിരുന്നത്. അപ്പോൾ കൃത്യമായിട്ട് മുൻ മലപ്പുറം SP ആയിട്ടുള്ള വ്യക്തിക്കും അതുപോലെ തന്നെ താനൂരിലെ DYSP ഉൾപ്പെടുന്ന ഉദ്യോഗസ്ഥർക്ക് ഇതിൽ ബന്ധമുണ്ടെന്ന് പറയുന്നത്. പക്ഷേ അവരിലേക്ക് ഇപ്പോഴും അന്വേഷണം എത്തിയിട്ടില്ല. അല്ല, ഞാനിത് ഈ അന്വേഷണത്തോട് അവസാനിച്ചു എന്നുള്ള അർത്ഥത്തിലല്ല സംസാരിച്ചത്. അന്വേഷണം തുടരുന്നതിൻ്റെ ഭാഗമാണിത്, തുടരുക തന്നെ വേണം. പ്രത്യേകിച്ച് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അന്ന് തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, പോലീസ് വിളിച്ച് ക്ലോസ് ചെയ്യാണ്. ഇത് മരിച്ചു എന്നറിയുമ്പോൾ അല്ലെങ്കിൽ അവിടുന്ന് അത് അയാളെ കൈകാര്യം ചെയ്യാനുള്ള ഓർഡർ കൊടുത്തിരിക്കുന്ന മോളിൽ നിന്നാണ്. ആ മോളിൽ നിന്ന് ഓർഡർ കൊടുക്കാതെ 4 പോലീസുകാർ ഈ അതിക്രമം ചെയ്യുന്നത് വിശ്വസിക്കാനൊക്കെ പ്രയാസമാണ്. ഇവിടെ സ്വാഭാവികമായി പലപ്പോഴും ഉണ്ടാകുന്നത് ഇത്തരത്തിലുള്ള താഴെത്തട്ടിലുള്ള പോലീസുകാരെ ഉപയോഗിക്കുക, എന്നിട്ട് അവർ അൾട്ടിമേറ്റായിട്ട് അവർ കുടുങ്ങുക, ഇതിൽ വലിയ ഉദ്യോഗസ്ഥന്മാർ രക്ഷപ്പെടുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു കാരണവശാൽ ഇത് രക്ഷപ്പെടാൻ പാടില്ലാത്തതാണ്. ഇതിൻ്റെ അന്വേഷണം ആരാണോ ഇതിലെ യഥാർത്ഥ ഇത് ഉത്തരവ് കൊടുത്തത്, ഇവരെ കൊണ്ട് ചെയ്യിച്ചത്, ഇവരൊക്കെ ടൂളാണ് യഥാർത്ഥത്തിൽ മുകളിൽ നിന്നുള്ള നിർദ്ദേശം ഉപയോഗിക്കുക. അപ്പോൾ അതിൻ്റെ യഥാർത്ഥ പ്രതി ആരാണ് എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ അൾട്ടിമേറ്റായിട്ട് കണ്ടെത്തേണ്ടത്. തീർച്ചയായും കേസിലെ യഥാർത്ഥ പ്രതികളെ കണ്ടെത്തുന്നവരെ ആ നിലയിലുള്ള അന്വേഷണം തുടരണമെന്ന് തന്നെയാണ് KM ഷാജി ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് മഹേഷ് കുമാറിനൊപ്പം റിപ്പോർട്ടർ മുബഷിർ P. അക്ബർ, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.